ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 41 പൂതനാശരീരദഹനം. ശ്ലോകം 3. ത്വത്പീതപൂതസ്തനതച്ഛരീരാത് സമുജ്ജലന്നുജ്ജതരോ ഹി ധൂമഃ ശങ്കാമഥാദാഗരവഃ കിമേഷഃ കിം ചാന്ദനോ ഗൗൽഗുലവോऽഥ വേദി. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാനും അതിൻ്റെ അർത്ഥവും നോക്കാം. ത്വത്പീതപൂതസ്തനതച്ഛരീരാത്, അത് ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഒന്നിച്ച് നോക്കാം. അങ്ങ് പാനം ചെയ്യുകയാൽ പരിശുദ്ധമായ സ്തനങ്ങളോടു കൂടിയ അവളുടെ ശരീരത്തിൽ നിന്നും. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ ത്വത്പീത എന്നുള്ളതിൻ്റെ ത്വ എന്ന വള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. അതുപോലെ തച്ഛരീരാൽ എന്നവും എഴുതിയിട്ടുണ്ടാവുക. തച്ഛരീരാത് എന്നാണ്. ച എന്ന് നന്നായിട്ട് ഊന്നി പറയണം. സമുജ്ജലൻ ഉച്ചതരോ ചേർത്തിട്ട് സമുജ്ജലന്നുച്ചതരോ. സമുജ്ജലൻ ഉണ്ടാകുന്നതും ഉച്ചതര ഉയർന്നതുമായ. സമുജ്ജലൻ ഉച്ചതരോ. ഇവിടെ സമുജ്ജലൻ എന്നുള്ളതിലും ചാന്ന് വരുന്നുണ്ട്. ഉച്ചതരോ രണ്ടും മെല്ലെന്ന് ഊന്നി പറയാനുള്ളതാണ്. ഹി ധൂമ, ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധൂമ. ഏഷ ധൂമ, ഈ പുക. ധൂമ എന്നുള്ളതിൻ്റെ ധൂന്ന് നന്നായിട്ട് ഊന്നി പറയണം. ധൂമ എന്ന് കഴിഞ്ഞിട്ട് അവിടെ വിസർഗമുണ്ട്. അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. ശങ്കാം അഥാത്, ശങ്കാമഥാത്. ശങ്കാം സംശയം, അഥാത് ജനിപ്പിച്ചു. ആഗരവ കിം, അഖിലിൻ്റെ പുകയാണോ. ഒന്നിച്ച് ചൊല്ലുമ്പോൾ ശങ്കാമഥാദാഗരവ, അവിടെ വിസർഗമുണ്ട്. അപ്പോൾ വിസർഗം പറയണം. ശങ്കാമഥ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ആഗരവ കിം, അഖിലിൻ്റെ പുകയാണോ. ചാന്ദന കിം, ചന്ദനത്തിൻ്റേതാണോ. ഗൗല് ഉലവ, ഗുൽഗുലുവിൻ്റെ പുകയാണോ. അഥവാ ഇതി, അഥവേദി. അഥവാ അതുമല്ലെങ്കിൽ, ഇതി എന്നീ പ്രകാരം. ഇവിടെ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ ഗൗൽ ഗുലവോഥവേദി. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗുലവോ എന്നുള്ളതിന് 2 ഗ എന്നുണ്ട്, അതൊന്ന് ഊന്നണം. ത്വത്പീതപൂതസ്തനതച്ഛരീരാത് സമുജ്ജലന്നുജ്ജതരോ ഹി ധൂമഃ ശങ്കാമഥാദാഗരവഃ കിമേഷഃ കിം ചാന്ദനോ ഗൗൽഗുലവോऽഥ വേദി. അടുത്തത് 4ാമത്തെ ശ്ലോകം. മദംഗസംഗസ്യ ഫലം ന ദൂരേ ക്ഷണേന താവത് ഭവതാമപി സ്യാത് ഇത്യുല്ലപൻ വല്ലവതല്ലജേഭ്യസ്ത്വം പൂതനാമാതനുഥാ സുഗന്ധിം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. അതിൻ്റെ അർത്ഥം നോക്കാം. മദംഗസംഗസ്യ, എൻ്റെ അംഗസ്പർശത്തിൻ്റെ. മദംഗ ദ എന്നാണ്, ദയലത്തെ ദ എന്നാണ്. ഫലം ന ദൂരേ, ഫലം ഫാനാവരുത്. നമ്മൾ നിറയെ പഠിച്ചതാണ് ഇത് മാതിരിയുള്ള അക്ഷരം. ഫ എന്നാണ് അത് ഉച്ചരിക്കേണ്ടത്. ഫലം പ ഫ, 2ാമത്തെ ഫ എന്നാണ്. ന ദൂരേ, ഫലം പ്രയോജനം. ന ദൂരേ, ദൂരത്തിലല്ല. ക്ഷണേന താവത് ഭവതാമപി സ്യാത്. ക്ഷണേന എന്നുള്ളതിൻ്റെ ക്ഷാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ക്ഷണേന സ്യാത്, താമസം വിന ഉണ്ടാകും. ഭവതാം അപി, ഭവതാമപി. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭവതാമപി, താങ്കൾക്കും. ഇതി ഉല്ലപൻ, ഇത്യുല്ലപൻ.
ഇതി എന്ന് ഉല്ലഭൻ ഉച്ചത്തിൽ പറയുന്നവനെന്ന പോലെ. വല്ലവ തല്ലജേഭ്യ, ഭ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ശ്രേഷ്ഠരായ ഗോപന്മാരോട്, ത്വം അങ്ങ് ചേർത്ത് ചൊല്ലുമ്പോൾ സ്ത്വം നാവും. പൂതനാമാതനുഥ സുഗന്ധിം, പൂതനാം പൂതനയെ സുഗന്ധിം സുഗന്ധമുള്ളവളാക്കി ആതനുഥ ചെയ്തു. ആതനുഥ എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയണം. അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സുഗന്ധിം ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സുഗന്ധിം, സു എന്ന് ഡബിളായിട്ട് ചൊല്ലണം സാന്ന്. സുഗന്ധിം, ധിം എന്നുള്ളത് നാ ഥ എന്നാണ് നന്നായിട്ട് ഊന്നി പറയണം. ഇവിടെയും ശ്രദ്ധിച്ചോളൂ, താവൽ നല്ല താവത് എന്നാണ് ഉച്ചരിക്കേണ്ടത്. മദം ഗസംഗസ്യ ഫലം ന ദൂരേ ക്ഷണേന താവത് ഭവതാമപി സ്യാത്. ഇത്യുല്ലഭൻ വല്ലവ തല്ലജേഭ്യസ്ത്വം പൂതനാമാതനുഥാ സുഗന്ധിം. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.